ഞാനേ ഒരു വല്ലാത്ത വിഷമത്തിൽപ്പെട്ട് നിൽക്കുക. സംഭവം വേറൊന്നുമല്ല, വല്ലാത്തൊരു ദുസ്വപ്നം കണ്ടു. കൂടെ മനസ്സ് വല്ലാതെയായിപ്പോയി. ദുസ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി കിടന്നു കഴിഞ്ഞപ്പോൾ ഉറക്കം തന്നെ നേരെ ചൊവ്വേ വന്നില്ല. പിന്നെ എങ്ങനെയാണെന്ന് ഉറങ്ങി. ഒരു പകുതി മയക്കം എന്നൊക്കെ പറയുന്ന രീതിയിൽ, വയസ്സുമായല്ലോ. അപ്പോൾ സ്വപ്നത്തിൽ ഹിറ്റ്ലർ വന്നു. ഹിറ്റ്ലർ സ്വപ്നത്തിലാണല്ലോ, ആർക്കും വരാമല്ലോ. അപ്പോൾ ഹിറ്റ്ലർ വന്നു. കൂടെ എനിക്ക് അത്ര പരിചയമില്ലാത്ത ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചാടി എണീറ്റ് ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ഇവിടെ ഇതാരാ, കൂടെ ആരാന്ന് ചോദിച്ചു. ഇയാളെ നീ അറിയില്ല, ഇയാളാണ് മുസോളിനി. അത് ശരി, എനിക്ക് മുസോളിനി അത്ര പരിചയം പോരാ. ചേട്ടനെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടൊക്കെ ഉണ്ട്, ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ മീശ ഇവിടെ മാത്രമൊക്കെ വെച്ചുള്ള അതൊക്കെ കണ്ടിട്ടുണ്ട്. അത് യോഗ്യനായിട്ടിരിക്കുന്നത് കിട്ടും, കയ്യിൽ തോക്കുമൊക്കെ ഉണ്ട്. കൂടെ പേടിച്ചു പോയി ഞാൻ. അല്പം ഗൗരവത്തിലാണ് രണ്ടുപേരും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ രാത്രിയിൽ എന്നെ ഉപദ്രവിക്കാൻ? നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, നിനക്കൊരു വാണിംഗ് തരാൻ വന്നതാണ്. ഞങ്ങളുടെ പേര് ചീത്തയാക്കരുത്, മനസ്സിലായോ? നിൻ്റെയൊക്കെ ആ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, നരേന്ദ്രമോദി, അങ്ങേരോട് പറയണം ഞങ്ങളുടെ പേര് ചീത്തയാക്കരുത്. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം നിങ്ങളുടെ പേര് ചീത്തയാക്കും? മോദി നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ആരുടെ പേരും ചീത്തയാക്കാറില്ല. അങ്ങേരുടെ പേര് ബാക്കിയുള്ളവർ ചീത്തയാക്കുന്നതല്ലാതെ അങ്ങേരിന്ന് വരെ ആരുടെയെങ്കിലും പേര് ചീത്തയാക്കിയത് ചരിത്രമില്ല. ഇങ്ങനെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഞങ്ങളുടെ പ്രധാനമന്ത്രിയൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നീ നോക്ക്, ലോക്സഭയിൽ നടന്ന പ്രൊസീഡിങ്സ് നോക്ക്. 6 ദിവസം നിങ്ങളുടെ ലോക്സഭയിൽ ഒരു ചുക്കും നടന്നില്ല. എന്തിന്? നരവണയുടെ ഒരു പുസ്തകം ലോക്സഭയ്ക്കുള്ളിൽ വായിക്കണം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് വാശി. ഞങ്ങളാരെങ്കിലുമാണ് ഭരണത്തിലിരുന്നെങ്കിൽ തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ല, അങ്ങനെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് LOP മണ്ണാങ്കട്ട. ഒരു LOP അല്ലാതിരുന്നിട്ടും ജവഹർലാൽ നെഹ്റു ഭരിക്കുമ്പോൾ റാം മനോഹർ ലോഹിയെ പലതവണ തൂക്കിയെടുത്ത് സാർജൻറ്റുമാരെ കൊണ്ടുവന്ന് തൂക്കിയെടുത്ത് പുറത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. എറിയൊന്നുമില്ല കേട്ടോ, ഒരു മനുഷ്യനല്ലേ. എറിഞ്ഞ് അങ്ങയുടെ വല്ല നടുവും തല്ലി വീണ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അതുകൊണ്ട് എറിയൊന്നുമില്ല, പക്ഷേ തൂക്കിയെടുത്ത് പുറത്താക്കും. സംശുദ്ധ ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. റാം മനോഹർ ലോഹിയ ചെയ്യുന്നത് എന്താ? ജവഹർലാൽ നെഹ്റുവിനെ എതിർത്ത് സംസാരിക്കുക, ഇത്രയുള്ളൂ. കൂവി വിളിക്കുക, ബഹളം വയ്ക്കുക, നെഞ്ചത്തളിക്കുക, മസിലെ പിടപ്പിക്കുക, ഇതൊന്നും ആ പാവത്തിനില്ല. പക്ഷേ പുള്ളി പ്രസംഗിക്കും. പുള്ളിയുടെ പ്രസംഗം സഹിക്കാനാകാതെ കഴിയുമ്പോൾ നെഹ്റു പറയും, ആ കക്ഷിയെടുത്ത് പുറത്തുകളാം എന്ന് പറയും. ഇതായത് സ്പീക്കർ പോലും ഇടപെടില്ല, നെഹ്റുവാണ് നേരെ ഉത്തരവിടുന്നത്. ഇതൊക്കെയാണ് ഫാസിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ 1000-1 പോലും ചെയ്യാതെ നിൻ്റെ മുതലാളി നരേന്ദ്രമോദി അങ്ങേര് ഫാസിസ്റ്റ് എന്നുള്ള പേരും കേട്ട് നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഹിറ്റ്ലർ ചേട്ടാ ക്ഷമിക്കണം എന്ന് എന്നോടല്ല, ഈ മുസോളിനിയോട് പറയണം, അയാളെയാണ് ഫാസിസം. ശരിയാണല്ലോ, മുസോളിനിയുടെയാണ് ഫാസിസം. അല്ല, അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഹിറ്റ്ലർ എന്ന് പറയുകയും കൂടെ ഫാസിസം എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഹിറ്റ്ലറിൻ്റെ ആയിരിക്കും ഫാസിസം. കമ്മ്യൂണിസ്റ്റുകാർക്ക് തലയ്ക്ക് വെളിവില്ല. അവരിപ്പോഴും ധരിച്ചിരിക്കുന്നത്, സകലമാന കമ്മ്യൂണിസ്റ്റുകാരും ധരിച്ചിരിക്കുന്നത് ഹിറ്റ്ലറുടെ ഫാസിസം എന്നാണ്. നാസിസം എന്നവർ കേട്ടിട്ടില്ല, മുസോളിനി എന്നും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ആനത്തലവട്ട ആനന്ദൻ മുതൽ MA ബേബി വരെ, അല്ലെങ്കിൽ ആനാവൂർ നാഗപ്പൻ വരെ ഹിറ്റ്ലർ എന്ന് വിളിക്കും, ഫാസിസം എന്ന് കൂട്ടിച്ചേർക്കും. ഇത് തെറ്റാണ്. അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനില്ല. അത് പറഞ്ഞാൽ തലയിൽ കയറാത്ത ആൾക്കാരാണ്. ശരി, നീ രാഹുൽ ഗാന്ധിയിലേക്ക് തിരിച്ചു വാ. രാഹുൽ ഗാന്ധി ഇപ്പോൾ ബജറ്റ് ചർച്ചയിൽ ആദ്യ ദിവസം രാഹുൽ ഗാന്ധി ആദ്യം സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. ശശി തരൂരാണ് ലിസ്റ്റ് പ്രകാരം ആദ്യം സംസാരിക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു ദിവസം അത് അലമ്പായിപ്പോയി. പിറ്റേ ദിവസം ഒരു പ്രശ്നവുമില്ലാതെ ശശി തരൂർ സംസാരിച്ചു. അത് കഴിഞ്ഞ്
രാഹുൽ ഗാന്ധി ഒരു വരവ് വന്നു, മസിലൊക്കെ പിടപ്പിച്ചിട്ട് ആ ടീഷർട്ടും ഒക്കെ ഇട്ട്, എടാ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഇതുപോലെ ടീഷർട്ടൊക്കെ ഇട്ട് വന്നാലുണ്ടല്ലോ അവനെ അവിടെ നിന്ന് ഞങ്ങൾ കവളമടലിനെ അടിച്ച് പറപ്പിക്കും. അതൊക്കെയാണ് ഫാസിസം, അതൊക്കെയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. നിങ്ങളിത് ഒന്നും ചെയ്യാതെ ഹിറ്റ്ലർ എന്ന് പേരും കേൾക്കുന്നു, ഫാസിസ്റ്റാണെന്ന് പേരും കേൾക്കുന്നു. എന്തൊരു നാണക്കേട്! ഞങ്ങൾക്ക് നാണക്കേടായിട്ടാണ് ഞങ്ങൾ പരലോകത്തു നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പറയും തീരുമാനം ഞാൻ വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നീയല്ലേ കൂടെ വീഡിയോ നരേന്ദ്രമോദി മഹാനാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവൻ. അത് ചേട്ടാ ഞാനിങ്ങനെ ഒരു പരുവത്തിനൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്, അല്ലാതെ എനിക്ക് നരേന്ദ്രമോദിയുമായിട്ട് അങ്ങനെ അടുപ്പമൊന്നുമില്ല. അത് ശരി, അപ്പം നീ ഈ ഗുണ്ടടിക്കുന്ന നരേന്ദ്രമോദിയെ നേരിട്ട് കാണാൻ? ഞാൻ പറയും ഞാൻ നേരിട്ട് കാണാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, എന്നാലും ഒട്ടും നിർബന്ധവുമില്ല. അത് ശരി, ഏതായാലും വന്നു പോയില്ലേ, നിന്നോട് കാര്യം പറയാം. ഇയാൾ ബജറ്റ് പ്രസംഗം നീ കണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു. എന്നിട്ട് എന്ത് തോന്നി? ഞാൻ പറഞ്ഞു എനിക്ക് ആകെ കൂടെ ഒരു അസ്വസ്ഥത തോന്നി. അതിപ്പോൾ പുള്ളി എന്ത് പ്രസംഗിച്ചു കഴിഞ്ഞാലും എന്താ അസ്വസ്ഥത തോന്നാൻ കാര്യം? ഞാൻ പറഞ്ഞു ഇദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഏതോ ഗുസ്തിയെപ്പറ്റി പറഞ്ഞു. അതൊരു ഇന്ത്യൻ ഗുസ്തിയല്ല, ഗുസ്തി എന്നുള്ള പേരുമല്ല, ഹിസൂസു എന്നൊക്കെയാണ് പറഞ്ഞത്. അതെനിക്ക് തിരിഞ്ഞില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു അതിന് ഗ്രിപ്പ് വേണം. ഇപ്പം ഞാനോർക്ക് ഗ്രിപ്പ് വേണമെങ്കിൽ വല്ല സ്ക്രൂവൊക്കെ ഇട്ട് നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പാകും. അതല്ലാതെ ഗ്രിപ്പിന് എന്താ? പുള്ളി പറഞ്ഞു ആദ്യം ഗ്രിപ്പ്, അത് കഴിയുമ്പോൾ ചോക്ക്. ചോക്ക് എളുപ്പമാണ്, പക്ഷേ ഇപ്പോൾ ചോക്ക് കൊണ്ട് എഴുതാനായിട്ട് ലോക്സഭയിൽ ബോർഡൊന്നും ഇല്ലല്ലോ. പിന്നെയാണ് പുള്ളിയുടെ ആക്ഷൻ വരുന്നത്. ആ ആക്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചോക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ശ്വാസം മുട്ടിക്കുക, ആ ചോക്കാണ്. ഹിറ്റ്ലർ പിന്നെയും ചൂടായി, നിനക്ക് ഇംഗ്ലീഷും അറിയാൻ മേല മലയാളം അറിയാൻ മേല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നി ചേട്ടാ ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ചേട്ടൻ ചുമ്മാ കാര്യം അറിയാതെ ചൂടാവാതെ. മുസോളിനി പറഞ്ഞു എടോ ഇച്ചിരി നേരം മിണ്ടാതിരിക്കുക, അവൻ പറയട്ടെ. അവന് ഇത് പരിചയമില്ലാത്ത ഏരിയയാണ് ഈ വിദേശ ഗുസ്തികളൊക്കെ. അപ്പോൾ ഗ്രിപ്പ്, ചോക്ക്, പിന്നെ ടാപ്പ്, മേശപ്പുറത്തൊരു അടിയടിച്ചു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി അത് വിശദീകരിച്ചുമില്ല. അപ്പോൾ ഹിറ്റ്ലറും മുസോളിനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ടാപ്പോ? അതെന്ത് ടാപ്പ്? കുളിമുറിയുള്ള ടാപ്പോ? അല്ലാന്ന് മേശപ്പുറത്ത് പടവെന്ന് അടിക്കണം എന്നാണ്. ശ്വാസം മുട്ടാൻ നേരത്ത് മേശപ്പുറത്ത് അടിക്കണമെന്നുള്ളത് എനിക്കറിയാൻ മേലായിരുന്നു. മേശ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ശ്വാസം മുട്ടുകയില്ലായിരിക്കുമോ? എന്തുമായിക്കോട്ടെ, രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഗ്രിപ്പ്, ചോക്ക്, ടാപ്പ്. ഈ ചോക്ക് ചെയ്യുമ്പോൾ ശ്വാസം മുട്ടുമ്പോൾ മനുഷ്യന് പേടിയാകും. ആകുമല്ലോ, ചത്തുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കണ്ണ് തള്ളിപ്പോകും. ഇത് ഇയാൾ പറഞ്ഞിട്ട് വേണം. പുള്ളി പറഞ്ഞു ശ്വാസം മുട്ടുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കും, അപ്പോൾ നിങ്ങളുടെ പേടിച്ച കണ്ണ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മോദി അങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ മോദിയുടെ മുഖത്ത് നോക്കാൻ മോദി അവിടെ ഇല്ല. പുള്ളി മലേഷ്യയിൽ പോയി, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് 10 കരാർ ഒപ്പിട്ട് ഇവനെയൊക്കെ സോപ്പിട്ടിട്ട് അവർ ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കാൻ ഇരിക്കുകയാണ്, മലേഷ്യയൊക്കെ കൂടിയിട്ട്. അതിനൊരു പാര വയ്ക്കാനാണ് ഈ കാരണവർ അവിടെ പോയിരിക്കുന്നത്. അവരെ നമ്മുടെ ഭാഗത്ത് ചേർക്കുക, ഒരു കരാറും സന്ധി തമ്മിൽ ചേട്ടാ കുരുമുളക് തരാം, ചുക്ക് തരാം, ചുണ്ണാമ്പ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഒരു കരാറും ഒക്കെ എഴുതിയിട്ട് ഈ ഇസ്ലാമിക് നാറ്റോ പൊളിക്കണം. അതിനാണ് മൂപ്പരവിടെ പോയിരിക്കുന്നത്. ഇപ്പോൾ മൂപ്പര് തിരിച്ച് പുള്ളിയുടെ മുഖത്ത് നോക്കിയാൽ ആ ഭീതി കാണാമോ കണ്ണിൽ? മോദിയുടെ കണ്ണിൽ ഭയം. ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആരെ പേടിച്ചിട്ട്? ആര് പുള്ളിയെ ശ്വാസം മുട്ടിച്ചു? എന്താ സംഗതി എന്താ? ഇതൊന്നും പറയുന്നില്ല. ഇടയ്ക്ക് ആരോ പറഞ്ഞു ചേട്ടാ ഇതിന് ബജറ്റുമായിട്ട് എന്താ ബന്ധം? പുള്ളി പറഞ്ഞു ബന്ധിപ്പിക്കാം, നീക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ ബന്ധിപ്പിക്കാം. അതായത് നിങ്ങൾ ഇന്ത്യയും അമേരിക്കയും ചേർന്നൊരു കരാറ് ഉണ്ടാക്കിയില്ലേ, വാണിജ്യ കരാറ്? ഉണ്ടാക്കി, പക്ഷേ അതിന് ബജറ്റുമായിട്ട് ബന്ധമില്ല, ബജറ്റ് വേറെയല്ലേ. ഇതാണ് എൻ്റെ സ്വഭാവം മറന്നു. ഇതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിഷയത്തിലല്ല എന്ന് നിങ്ങൾ പറയും. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു അല്ല ചേട്ടൻ ഒരിക്കലും വിഷയത്തിൽ ഊന്നി സംസാരിക്കാറില്ല, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അല്ലല്ല, ഇതാണ് വിഷയം. അവസാനം സ്പീക്കർ ഇടപെട്ടു, ജഗദംബിക പാൽ. അപ്പോൾ ഹിറ്റ്ലർ എന്നോട് ചോദിച്ചു അതെന്താണ് ജഗദംബിക പാൽ? നിങ്ങളുടെ ഓം ബിർള എവിടെ പോയി?
അത് ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നു. അപ്പോൾ അതിനൊരു തീരുമാനമാകാതെ പുള്ളി ഇനി ലോക്സഭയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ താഴെയുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മുസോളിനി പറഞ്ഞു ഇതാണ്, എന്നിട്ട് ഫാസിസ്റ്റ് എന്ന് പേര് അല്ലേ. അങ്ങേര് സ്വമേധ അവിശ്വാസ പ്രമേയം വന്ന് കഴിഞ്ഞാൽ അങ്ങേര് പോയി വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ടോ? അങ്ങേർക്ക് പിന്നെയും ലോക്സഭ നടത്താം. അവിശ്വാസ പ്രമേയം വോട്ടിനിട്, ജയിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറയാം. ഇതല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. പുള്ളി അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണ്ടേ. ഹിറ്റ്ലർ പറഞ്ഞു, നീ ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല ചെറുക്ക, നീ ഈ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച് നിൻ്റെ തലയും കഴുത്തും ഒക്കെ വേദനിക്കും എന്നുള്ളതല്ല, അത് പ്രയോജനമൊന്നുമില്ല. ഈ ജനാധിപത്യ മൂല്യമൊക്കെ താഴെ വയ്ക്കുന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്. ഓം ബിർള വന്ന് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ പ്രഖ്യാപിച്ചു പോയില്ല, ഇനി ഇരിക്കാനും പറ്റില്ല. അതിന് പകരം രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പ്രിവിലേജ് മോഷൻ കൊണ്ടുവരണ്ടേ ഇമ്മീഡിയറ്റ്. ആ നരവണയുടെ പുസ്തകം എടുത്ത് കളിച്ചതിൻ്റെ പിറ്റേ ദിവസം ഒരു പ്രിവിലേജ് മോഷൻ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പേടിയാകും. കാരണം പ്രിവിലേജ് മോഷൻ വന്നപ്പോൾ പേടിച്ചു പോയിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് എന്ന് ആർഗ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നീ നോക്ക്, നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന കളി നിങ്ങൾ തോറ്റു കൊടുത്തിരിക്കുന്നു. അയാൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, നിങ്ങളിപ്പോൾ പ്രിവിലേജ് മോഷൻ കൊണ്ടുവരാൻ ആലോചിക്കാൻ പോകുന്നുണ്ട്, കിരൺ റിജിജു ഒക്കെ കൂടിയിട്ട്. അതെന്തിനാണ്? എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ പേരിലാണ്. അതിനി എപ്പോൾ വരുമെന്നറിയാമല്ല ആ പ്രിവിലേജ് മോഷൻ. അപ്പോൾ രാഹുൽ ഗാന്ധി ബഹളം വയ്ക്കും, കണ്ടോ ഞാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഇവർ പ്രിവിലേജ് മോഷൻ കൊണ്ടുവന്ന് എന്നെ പൂട്ടാൻ നോക്കുന്നു, പ്രതികാര രാഷ്ട്രീയം എന്നൊക്കെ പറയും. എന്തിനാടാ നീ ആദ്യമേ കയറി അടിക്കണ്ടേ? ഏതായാലും ഫാസിസ്റ്റ് എന്നാണ് പേര്. നിന്നെയൊക്കെ വിളിക്കുന്നത് തന്നെ ഹിറ്റ്ലർ എന്നാണ്. ഹിറ്റ്ലറിൻ്റെ മാനം കാക്കടാ മോനെ, മുസോളിനിയുടെ മാനം കാക്ക്, ഫാസിസം കാണിക്ക്. അല്ല, അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോട്ടെ, ബജറ്റിനെ പറ്റി അങ്ങനെ എന്താ പറഞ്ഞത്? ബജറ്റിനെ പറ്റി പുള്ളി അങ്ങനെയൊന്നും പറഞ്ഞില്ല. പുള്ളി ഇന്ത്യ പാകിസ്ഥാൻ കരാറിൽ ഇന്ത്യയെ പാകിസ്ഥാന് വിറ്റു എന്നാണ്. എത്ര കാശിന് വിറ്റു? അല്ല, അത് അറിയില്ല, അത് ചോദിച്ചില്ലേ? ചോദിക്കണ്ടേ? വിറ്റു എന്ന് പറയുമ്പോൾ ആ സെക്കൻഡിൽ നിൽക്ക് എത്ര കാശിന് വിറ്റു, കാശ് എത്ര മേടിച്ചു എന്ന് പറ. അതും കൂടെ പറയണമല്ലോ. നിങ്ങൾ വിറ്റു, ഭാരതമാതാവിനെ വിറ്റു. അത് ശരി, വിറ്റു. രൂപ എത്ര കിട്ടി? രൂപ കിട്ടിയതിൻ്റെ കണക്കും കൂടെ പറയണമല്ല, വെറുതെ വിറ്റു എന്ന് പറഞ്ഞാൽ പോരാ. വിറ്റത് മാത്രമേ എനിക്കറിയാം, കാശ് എത്ര കിട്ടിയെന്നറിയാമല്ല. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. കാശ് കിട്ടിയതായിട്ട് വിവരമില്ല, പിന്നെ വിറ്റത് വിവരം എനിക്ക് അങ്ങനെ കിട്ടിയിടവും തിരിച്ചു ചോദിക്കണ്ടേ? എടാ പൊട്ടാ, നീയൊക്കെ എന്തിനാടാ ഈ ലോക്സഭയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ലോക്സഭയിലില്ല. ഞാനത് പുറത്തുനിന്ന് പോലും കണ്ടിട്ടില്ല. പഴയ ലോക്സഭ കണ്ടിട്ടില്ല, പിന്നെ അല്ലേ പുതിയ ലോക്സഭ. അപ്പോൾ അവർ പറഞ്ഞു, നിന്നെ പോലത്തെ ഒരു യൂസ്ലെസ്സിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ നീയാണ് ഞങ്ങളുടെ കിട്ടിയത്. ഇനിയിപ്പോൾ വേറെ ആളെ അന്വേഷിച്ച് പോകാനൊന്നും നിർവാഹമില്ല. ഇനിയെങ്കിലും ഈ രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്ത് വിട്. ഇവനെ വാജ്പേയിയുടെ കാലത്ത് ബോസ്റ്റൺ എയർപോർട്ടിൽ അമേരിക്കയിൽ പിടിച്ച ചരിത്രം അറിയാമല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റെക്കോർഡ് ഇവിടെയുണ്ട്, ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അത് പുറത്ത് വിടാൻ പറ. അവനവൻ്റെ നരവണ ബുക്ക് പുറത്ത് വിട്ടില്ലേ? നിങ്ങളൊരൊറ്റ ഡോക്യുമെൻറ്റ് പുറത്ത് വിട്ടാൽ മതി, പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും. എടാ, ചില പ്രാന്തിനൊക്കെ ചില ഒറ്റമൂലിയൊക്കെ പ്രയോഗിക്കണം. ഒറ്റ പ്രയോഗത്തിൽ ഈ കക്ഷി പിന്നെ നിന്നെടുത്ത് ഈ സ്തംഭന വിദ്യ എന്നൊക്കെ പറയില്ലേ മർമ്മത്തിൽ, അതുപോലെ മർമ്മത്തിൽ ചൂണ്ടിയാൽ മതി, കുത്തണ്ട, മർമ്മത്തിൽ തൊടണ്ട. ബോസ്റ്റൺ എയർപോർട്ടിൻ്റെ കാര്യം ചുമ്മാ ഒന്ന് പരാമർശിച്ചാൽ മതി, ചെറുക്കൻ സൈലൻ്റ് ആവും. അത് ചെയ്യാൻ പറ നിൻ്റെ നേതാക്കന്മാരോട്. ഞാൻ പറഞ്ഞു, ഞാൻ പറയാൻ നോക്കാം. നീ എങ്ങനെ പറയും? നീ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടിട്ടില്ല, നിന്നെ പാർലമെൻറ്റിൻ്റെ അയലത്ത് കയറ്റില്ല, അവിടെ സെക്യൂരിറ്റി ആറാ നീ ഓർഡറാന്ന് നിന്നെ ഓടിക്കും. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനൊരു വീഡിയോ ഉണ്ടാക്കാം. നിൻ്റെ വീഡിയോ എത്ര പേര് കാണും? അത് കുറച്ച് പേരേ കാണുള്ളൂ. അതെങ്ങനെ? ഞാൻ പറഞ്ഞു, അല്ല, തൽപരകക്ഷികൾ ആരെങ്കിലും അത് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിൽ തർജ്ജമയാക്കിയിട്ട് മോദിയെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നിൻ്റെ പ്രതീക്ഷയും കൊണ്ട് നീരുത്, വെറുതെ ഞങ്ങളുടെ സമയവും കളഞ്ഞു
എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഡിമ്മെന്ന് അപ്രത്യക്ഷരായി. സ്വപ്നമാണല്ലോ, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം, അപ്രത്യക്ഷരാകുകയും ചെയ്യാം. ഞാൻ അടുത്ത സ്വപ്നം കണ്ടു. ഞാൻ മോദിയെ കാത്ത് പുള്ളിയുടെ ക്യാബിന് പുറത്തിരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ആനയുടെ എഴുന്നള്ളത്ത് പോലെ ഒരു വരവ്. ഞാൻ എണീറ്റ് നിന്നു. എന്താ മോൻ്റെ അസേ, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ പുള്ളിക്ക് പരിചയമുണ്ട്. ഭാഗത്ത് വന്നൊക്കെ പറഞ്ഞു ഇരുന്നു ചായ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന മാതിരിയാണ്, ഹിറ്റ്ലറും മുസോളിനിയൊക്കെ എന്നെ വന്ന് പേടിപ്പിച്ചു, ഞാൻ എന്ത് ചെയ്യാനാണ്, ചേട്ടനൊരു ശകലം ഫാസിസമൊക്കെ പുറത്തെടുക്കണം. പുള്ളി പൊട്ടിയൊരു ചിരി ചിരിച്ചു. എടോ, ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയൊക്കെ കാലം കഴിഞ്ഞ് അതൊക്കെ രണ്ടാം ലോകമഹായുദ്ധത്തിന് പുറകെ. ഇപ്പം നടക്കുന്ന യുദ്ധം വേറെയാണ്, അതിൻ്റെ ടെക്നിക്സ് വേറെയാണ്. അതൊക്കെ എനിക്കും അമിത്ഷായ്ക്കും അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാം. നിങ്ങൾ ചുമ്മാ കാലും കയറ്റി ഇരുന്ന് കളി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു, അല്ലേ ചേട്ടാ, ഇത് മൊത്തത്തിൽ മനസ്സിലാണല്ലോ, ഹിറ്റ്ലറും മുസോളിനി അങ്ങനെ പറയുന്നു, ചേട്ടൻ ഇങ്ങനെ പറയുന്നു, ഈ നടുക്കിടക്കുന്ന എന്നെപ്പോലത്തെ പാവപ്പെട്ടവൻ എന്തു ചെയ്യും? പുള്ളി പറഞ്ഞു, നിൻ്റെ ഒരു പാവപ്പെട്ടവൻ, കേരളത്തിൽ നിന്ന് വരുന്ന ദരിദ്രവാസികൾ നാക്കെടുത്ത് കഴിഞ്ഞാൽ പാവപ്പെട്ടവർ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ തീർന്നു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് തന്നില്ല, സത്യം പറയണം ബജറ്റിൽ. ഞാൻ പറഞ്ഞു, തന്നു. തെങ്ങ് കൃഷിക്ക് എത്ര കോടിയാണ്? നിർമ്മലാ സീതാരാമൻ പറഞ്ഞു 1000 കോടി രൂപ. അതെന്താ കാശല്ലേ, പുളിയും കുരുവാണോ? 1000 കോടി രൂപ തെങ്ങ് കൃഷിക്ക് തന്നു. കശുവണ്ടിക്ക് എത്ര തന്നു? അതേതാണ്ട് 350 കോടിയോ മറ്റോ. ആ പ്രേമേന്ദ്രനല്ലേ അതിനു വേണ്ടി നടന്നത്. അയാൾ ചോദിച്ച് കാശ് കൊടുത്തില്ലേ? കശുവണ്ടി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാനായിട്ട്. ഇവിടെ കേരളത്തിൽ തെങ്ങില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇപ്പം തന്നെ നിങ്ങൾ 3-ാം സ്ഥാനത്ത് മറ്റാണ്. കർണാടകയും തമിഴ്നാടും ഒക്കെയാണ് 1-ാം സ്ഥാനത്ത്. പോട്ടെ, ഇത് നന്നായപ്പോൾ നിങ്ങളുടെ ഈ മണ്ടരി വന്ന് തെങ്ങും വയസ്സായ തെങ്ങുമൊക്കെ വിട്ടിട്ട് നല്ല തെങ്ങ് വയ്ക്കുക, നല്ല ഇനം ദ്വീപ് തൈയോ TNTDയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വയ്ക്കും മോനെ. അതിനാണ് ഈ 1000 കോടി രൂപ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ, അല്ല ഞങ്ങൾക്ക് എയിംസ് വേണം. എയിംസ് 250 ഏക്കർ സ്ഥലമുണ്ടോ അവിടെ ഒരുമിച്ച്? 5 ഏക്കർ കാസർഗോഡും 3 ഏക്കർ എറണാകുളത്തും ബാക്കി തിരുവനന്തപുരത്തുമായിട്ട് എയിംസ് വരാൻ പറ്റുമോ? നടക്കുന്ന കാര്യം വല്ലതും പറയപ്പാ. ചുമ്മാ 250 ഏക്കർ സ്ഥലം വേണം എയിംസിന്. മാത്രമല്ല, എയിംസ് നിങ്ങൾക്ക് ഇല്ലാത്ത ആശുപത്രി വല്ലതും ഉണ്ടോ? എത്ര എമൗണ്ടിന് ആശുപത്രികളാണ് കേരളത്തിൽ. ഇനിയിപ്പോൾ എയിംസും കൂടെ ഇല്ലാതെ ഇതിന് മാത്രമേ എന്ത് സൂക്കേടാണ് നിങ്ങൾക്ക് ചികിത്സിക്കാൻ? അതൊക്കെ ഇരിക്കട്ടെ, എയിംസൊക്കെ നമുക്ക് ചോദിക്കാം. അല്ല, അത് ബജറ്റിൽ പറഞ്ഞില്ല. ബജറ്റിൽ പറയാതെയാണ് ഞാൻ വന്ദേ ഭാരതൊക്കെ ഓടിച്ചത്. അവിടെ എല്ലാ സാധനവും ബജറ്റിൽ പറയണമെന്നൊന്നുമില്ല. ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിന് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഞാൻ നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖരനോടും ഒക്കെ പറയാം കേട്ടോ. നീ അതിൽ കയറി ഇടപെടുകയൊന്നും വേണ്ട. നിനക്കിപ്പോൾ വന്നത് എന്താ? ഈ ഹിറ്റ്ലറും മുസോളിനിയും നിന്നെ പേടിപ്പിച്ചു. ഇനി അവർ സ്വപ്നത്തിൽ വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞു വരുമെന്ന് തോന്നുന്നില്ല, അവർ നിരാശരായിട്ട് പോയിരിക്കുന്നത്. വരികയാണെങ്കിൽ പറയടാവുകയെ അവരോട് പറയുക, രാഹുൽ ഗാന്ധിയാണ് BJPക്ക് വോട്ട് വാങ്ങിച്ചു തരുന്ന മനുഷ്യൻ. അങ്ങേരി തെക്ക് വടക്ക് നടന്ന് ഈ പടക്കമൊക്കെ അടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പയിന് ഒരു ഗുമ്മില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് പുള്ളി എങ്ങനെ തട്ടി വേലിക്കലിങ്ങനെ നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. ഇതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കോൺഗ്രസ്സിൽ കിട്ടാനില്ല. മല്ലികാർജുൻ ഖാർഗെയെ ഇങ്ങനെ ഇട്ട് വലിക്കാൻ പറ്റുമോ? പാവം, വയസ്സുമായി, തെക്കേതാ വടക്കേതാന്നറിയാമല്ല അതിങ്ങനെ നിൽക്കുന്നൊരു സാധു മനുഷ്യൻ. സോണിയാഗാന്ധിക്കും വയസ്സായി, അവർക്കെന്തോ അസുഖമാണെന്നും കേൾക്കുന്നു. പിന്നെ ഉള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. അത് ഈ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് പ്രിയങ്ക ഗാന്ധി തലപൊക്കാതെ അങ്ങേര് തന്നെ നോക്കിക്കോളും. ചുരുക്കി പറഞ്ഞാൽ ലഗ്നാലും ചന്ദ്രാലും നമ്മുടെ പാർട്ടി അധികാരത്തിൽ വരാൻ ഒരു സഹായമാണ് രാഹുൽ ഗാന്ധി. അത് മനസ്സിലാക്കാത്തത് എന്താ? നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന പോലെ നാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലാവണുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഗതി പിടിക്കാതെ തെക്കും വടക്കും നടക്കുന്നത്. അല്ല ചേട്ടാ, കഴിഞ്ഞ തവണ 99 സീറ്റ് കിട്ടി, എനിക്ക് 89 സീറ്റ്. അതുകൊണ്ട് എന്തായി? ആകെ ചുമ്മാ സീറ്റ് ഇങ്ങനെ ഇച്ചിരി കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും, 10-40 കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ബേസിക്കലി നമുക്ക് വോട്ട് പിടിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്താ രാഹുൽ ഗാന്ധിയെ വിളിക്കാറുള്ളത്? ഷെഹസാദ. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. യുവരാജ് എന്നൊക്കെ ചേട്ടൻ വിളിക്കാറുണ്ട്. യുവരാജ് എന്നൊക്കെ വിളിക്കാൻ എനിക്കറിയാം അവനെ ഒതുക്കാൻ. അവനിപ്പോൾ ലോക്സഭയിൽ കിടന്ന് 2 ദിവസം കാണാൻ പറഞ്ഞ് ഞാനവിടെ ഇല്ല. എനിക്ക് അത്യാവശ്യമായിട്ട് മലേഷ്യയിൽ പോകണം. നിനക്കറിയാമല്ലോ ഞാൻ മലേഷ്യയിൽ പോയത് എന്തിനാണ്.
അത് മറ്റേ ഇസ്ലാമിക് നാറ്റോ പൊളിക്കാൻ അതൊന്നും പുറത്ത് പറയരുത്. ഇല്ല ചേട്ടാ, ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതിനൊക്കെ ഞാൻ പോയി. ആ സമയത്ത് ഇയാൾ ഇവിടെ 2 പ്രസംഗം നടത്തി എന്ന് വിചാരിച്ച് നമുക്ക് വല്ല ദോഷവും വരാം, അപ്പോൾ പോകാൻ പറയട എന്ന് മോദി. ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് വീണ്ടും മറ്റേ 2 പേര് ഹിറ്റ്ലറും മുസോളിനിയും കൂടെ വരരുത്. അവർ വന്നു കഴിഞ്ഞാൽ മോദി ഇങ്ങനെ പറഞ്ഞു എന്ന് അവരോട് പറയേണ്ടി വരും. അവർ വേറെ എന്തെങ്കിലും എന്നോട് പറയും, ഞാൻ പിന്നെ അത് മോദിയോട് പറയാൻ നടക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞാൻ വിഷമിക്കും. അതുകൊണ്ട് ഈശ്വര, ഇനി ഹിറ്റ്ലറെയും മുസോളിനെയും സ്വപ്നം കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.